തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി ദലിത് ക്രൈസ്തവ സംഘടന CSDS കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും കേരള കോൺഗ്രസുകളെ തോൽപ്പിക്കുമെന്ന് CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് പറഞ്ഞു. ദലിത് ക്രൈസ്തവർക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ഭരണമാണ് കഴിഞ്ഞ 9.5 വർഷം ഉണ്ടായതെന്നും സുരേഷ് കട്ടപ്പനയിൽ പറഞ്ഞു. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പനയിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് CSDS സംസ്ഥാന പ്രസിഡന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാനിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് വിശദമാക്കിയത്. കേരളത്തിലെ ക്രൈസ്തവരുടെ പിതൃത്വം കേരള കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട. കേരളത്തിൽ കേരള കോൺഗ്രസുകളെ തോൽപ്പിക്കാൻ CSDS മാത്രം വിചാരിച്ചാൽ മതി. അത് ഇത്തവണ നടപ്പിലാക്കുമെന്നും CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് പറഞ്ഞു. CSDS മാത്രം നിരൂപിച്ചാൽ കേരള കോൺഗ്രസുകളെ കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും തോൽപ്പിക്കാനുള്ള കരുത്ത് നമുക്കുണ്ട് എന്ന് അടുത്ത നിയമസഭയിൽ നമ്മൾ തെളിയിക്കാൻ പോവാണ്. ഒറ്റ സീറ്റിനും വേണ്ടി വന്ന കേരള കോൺഗ്രസിനെ ജയിപ്പിക്കത്തില്ല. കാരണം ദളിത് ക്രൈസ്തവരുടെ വിഷയത്തിൽ കേരള കോൺഗ്രസ് യാതൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. മുന്നാക്ക സംവരണം നടപ്പിലാക്കിയ ഇടത് സർക്കാരിന് എന്തുകൊണ്ടാണ് ദളിത് ക്രൈസ്തവ സംവരണത്തെക്കുറിച്ച് സംസാരിക്കാനാകാത്തതെന്നും KK സുരേഷ് ചോദിച്ചു. മുന്നോക്കക്കാരിലെ പിന്നോക്കൻ എന്ന് പറഞ്ഞ പേരിട്ടുകൊണ്ട് നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ സംവരണത്തെ നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. അതിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും നമ്മുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇടതുപക്ഷത്തിലെ ഏത് വമ്പന്മാരും മുട്ടുമടക്കേണ്ടി വരും. സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് CSDS ഉയർത്തുന്നത്. രാഷ്ട്രീയ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അവർ വ്യക്തമാക്കി. മീഡിയ 1 ഇടുക്കി.